എന്റെ പ്രിയ സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ആദ്യം പരിചയപ്പെടുത്തുന്നത് 3 സ്വഭാവമുള്ള ആളുകളെ 3 മൃഗങ്ങളോട് ഉപമിച്ചതായിട്ട് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ ഖുർആനെ പഠിക്കുന്നവരാണ്, ഖുർആൻ ചിന്തിക്കുന്നവരാണ്, ഖുർആനിനെ പറ്റിയിട്ട് പ്രസംഗിക്കുന്നവരാണ്, ഖുർആനിനെ പറ്റിയിട്ട് പ്രസംഗിപ്പിക്കുന്നവരാണ്, പ്രസംഗം കേൾക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഇല്ല എന്നുള്ളത് എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ആരംഭിക്കുകയാണ്. യൂറോപ്പില് ഒരു പള്ളി, ക്രൈസ്തവ ചർച്ചിന്റെ തൊട്ടടുത്തായി ഒരു മദ്യ ഷാപ്പ് വരാൻ തീരുമാനിച്ചു. ഒരു വലിയ ബാർ ഹോട്ടൽ വരാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരിക്കലും പള്ളിക്കാർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയില് പണം ഉള്ള, അതല്ലെങ്കിൽ സ്വാധീനമുള്ള, രാഷ്ട്രീയ പിടുത്തമുള്ള അവർ പെട്ടെന്ന് തന്നെ ആ ബാറിന്റെ പണി അങ്ങ് പൂർത്തീകരിച്ചു. അങ്ങനെ യൂറോപ്പില് പടുകൂറ്റം ബാർ വന്നു. അതിന്റെ തൊട്ടടുത്താണ് ഒരു നിലയിലുള്ള ഒരു ഇടവക പള്ളി, ഒരു ചർച്ച്, ക്രൈസ്തവ ചർച്ച്. അവസാനം ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യം എത്തിയപ്പോൾ പള്ളിയിലെ വികാരി അച്ഛൻ വിശ്വാസികളേക്ക് വിളിച്ചു കൂട്ടിയിട്ട് ഞായറാഴ്ചത്തെ അവരുടെ പ്രാർത്ഥന വേളയിൽ പറഞ്ഞു, ഇനി നമ്മുടെ മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ, നമുക്ക് നല്ല രീതിയിൽ പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കൊണ്ട് ആ ബാർ തകരണമെങ്കിൽ തകർന്നു പോട്ടെ, അല്ല എങ്കിൽ നമുക്ക് നിയമപരമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ബാർ തുടങ്ങുന്നവന് പണമുണ്ടാകും, അവന് രാഷ്ട്രീയ പിടിപാടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. അങ്ങനെ ഞായറാഴ്ച പ്രാർത്ഥന ആരംഭിച്ചു. തിങ്കളാഴ്ച കൊടുങ്കാറ്റടിച്ചു വീശി. ചൊവ്വാഴ്ച ആ ബാർ നിലംപുത്തി. ബുധനാഴ്ച കോടതിയിൽ കേസ് പോയി. ബുധനാഴ്ച കോടതിയിൽ കേസ് കൊടുത്തു ബാറിന്റെ മുതലാളി. എന്താണ് കേസ് കൊടുത്തത്? അവിടുത്തെ വിശ്വാസികൾ ചർച്ചിൽ പ്രാർത്ഥന നടത്തി കിട്ടി, എന്റെ ബാർ നഷ്ടപ്പെട്ടു പോയി, എന്റെ ബാർ തകർന്നുപോയി എന്ന് പറഞ്ഞു. ഇതറിഞ്ഞുകൊണ്ട് പള്ളി കമ്മിറ്റിക്കാരും ഇടവകക്കാരും പള്ളിയിലെ അച്ഛനും എല്ലാവരും കൂടി കോടതിയിൽ കൊണ്ടുവന്ന് വേറൊരു പെറ്റീഷൻ കൊടുത്തു. എന്തായിരുന്നു പെറ്റീഷൻ? ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടല്ല അത് തകർന്നത്, ഞങ്ങളുടെ പ്രാർത്ഥനയും ബാറിന്റെ തകർച്ചയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് അവരും കൊണ്ടുവന്ന് പെറ്റീഷൻ കൊടുത്തു. അങ്ങനെ വക്കീലുമാര് വാദിക്കാൻ വേണ്ടി എഴുന്നേറ്റു. കോടതി മുറ്റത്ത് നിശബ്ദത. ജഡ്ജി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഒരു ഭാഗത്ത് വിശ്വാസികളുടെ പ്രാർത്ഥന കൊണ്ട് തന്റെ ബാർ നഷ്ടപ്പെട്ടു പോയി എന്ന് വാശി പിടിച്ചുകൊണ്ട് അവിടെ കേസ് കൊടുത്ത ബാർ മുതലാളി ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടല്ല ആ ബാർ തകർന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ചിലെ വികാരി അച്ഛനും അതുപോലെ തന്നെ വിശ്വാസികളും മറുഭാഗത്ത്. ജഡ്ജി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആദ്യം പറഞ്ഞത്, വിചിത്രമായ ഒരു കേസിനെയാണ് ഞാൻ അഭിമുഖീകരിക്കുന്നത്. എന്തെന്നാൽ പ്രാർത്ഥനയിൽ വിശ്വാസമുള്ള ബാർ മുതലാളി ഒരു ഭാഗത്ത്, പ്രാർത്ഥനയിൽ വിശ്വാസമില്ലാത്ത പള്ളിക്കാർ മറ്റൊരു ഭാഗത്ത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒന്ന് ചിന്തിച്ചു നോക്ക്. ബാർ മുതലാളി പറയുന്നു, എവരുടെ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ബാർ തകർന്നു പോയത്. പള്ളിക്കാര് പറയുന്നു, ഞങ്ങൾ പ്രാർത്ഥിച്ചാലൊന്നും ദൈവം സ്വീകരിക്കൊന്നുമില്ല, ഞങ്ങളുടെ പ്രാർത്ഥനയും തകർച്ചയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിന്റെ ഉള്ളറകളിൽ, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ അള്ളാഹുവിനോട്, ദൈവത്തോട്, നമ്മുടെ ഈശ്വരനോട്, ആ ദൈവത്തോടും പടച്ചതമ്പുരാനോടുമുള്ള അദമ്യമായ അനുരാഗം അകതാരിന്റെ അകക്കാമ്പിൽ ആണിക്കല്ലിട്ട് ഉറപ്പിച്ചിട്ടല്ലാതെ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ യാതൊരു സഹായവും നമുക്ക് ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആത്മാവും മണ്ണും കൂടി കലർത്തപ്പെട്ട മനുഷ്യൻ അവന്റെ ആത്മാവിന് ആവശ്യമായ ഭക്ഷണം കൊടുത്ത്, അവന്റെ മണ്ണാകുന്ന ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം കൊടുത്ത് ആത്മാവിനെയും ശരീരത്തെയും ഒരുപോലെ കൊണ്ടുപോയി ഈ ലോകത്ത് ജീവിക്കുന്ന, വിജയിക്കുന്ന മനുഷ്യനാണ് നാളെ പരലോകത്ത് ഉന്നതമായ വിജയമെങ്കിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട് 3 സ്വഭാവ വൈകൃതങ്ങളെ പറ്റി വിശദീകരിച്ചുകൊണ്ട്, ആ വൈകൃത സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ഇവിടെ വെച്ച് പ്രതിജ്ഞ എടുത്തിട്ട് നമ്മൾക്ക് പിരിയാം. സർവശക്തനായ പടച്ചതമ്പുരാൻ ആ ദുസ്വഭാവങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒന്നാമത്തെ വിഭാഗം ഏതാണ്? ഓരോരുത്തരും അവരവരുടെ കാര്യത്തെ പറ്റിയിട്ടൊന്ന് ആലോചിച്ചാൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇത് അവനവനെ പറ്റിയാ പറയുന്നത് എന്ന് പറയുന്ന ഞാനും പറയിപ്പിച്ച സംഘാടകരും കേൾക്കുന്ന നിങ്ങളും ചിന്തിച്ചാൽ നമുക്കൊരു മാറ്റം ഉണ്ടാകും. അള്ളാഹു അതിന് മാറാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വഅലുകൾക്ക് കുറവൊന്നുമില്ല.
വഅലുകൾക്കൊരു കുറവുമില്ല. അതുകൊണ്ട് മാറാൻ തീരുമാനിച്ചോളിൻ. അള്ളാഹു നമ്മളെ മാറ്റിത്തരുമാറാകട്ടെ. ഈ ഒരു സദസ്സ് അതിനൊരു സബബായി, ഒരു കാരണമായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅറാഫിലൂടെ 1-ാമത്തെ വിഭാഗത്തെ അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. ഉറങ്ങരുത്. 2 മണിക്കൂർ, അതിൽ 15 മിനിറ്റ് പോയി. ഇനി 1.25 മണിക്കൂറേ ഉള്ളൂ. ശ്രദ്ധയോടെ കേട്ടോളിൻ. 1-ാമത്തെ വിഭാഗം അള്ളാഹു പരിചയപ്പെടുത്തി. അവന്റെ സ്വഭാവം എന്ത്, അവനെ എന്തിനോട് അള്ളാഹു ഉപമിച്ചു, നമുക്ക് വിശദീകരിക്കാം. ഒരു സംശയം അക്കാര്യത്തിലില്ല. ഏതെങ്കിലും മനുഷ്യനല്ല പറയുന്നത് നീ ഇന്ന മൃഗമാണ് എന്ന്. സൃഷ്ടിച്ച പടച്ചോനാ പറയുന്നത്. സ്വാതന്ത്ര്യമുണ്ടവന് പറയാൻ, അവന് സ്വാതന്ത്ര്യമുണ്ട് പറയാൻ. അതും പറഞ്ഞത് ഏതെങ്കിലും ഒരു മാസികയിലല്ല, ഏതെങ്കിലും ഒരു ദിനപത്രത്തിലല്ല, ഏതെങ്കിലും ഒരു വാരികയിലല്ല. എന്റെ പ്രിയ സഹോദരങ്ങളെ, പുരാതന കാലത്തെ പ്രാകൃതന്റെ പുരോഗമന കാലത്തെ പരിഷ്കൃതന്റെ മനോമുഖരത്തിൽ പരിവർത്തനത്തിന്റെ പടഹധ്വനി മുഴക്കിയ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിലൂടെയാണ് അള്ളാഹു പരിചയപ്പെടുത്തിയത്. എന്തായിരുന്നു 1-ാമത്തെ വിഭാഗം? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിലൂടെ പടച്ച തമ്പുരാന് പരിചയപ്പെടുത്തുകയാണ്. ولقد ذرأنا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام بل هم أضل أولئك هم الغافلون. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ ഇവര് മനുഷ്യരല്ല മൃഗമാണ് എന്ന് വിശുദ്ധ ഖുർആൻ ലോകത്തോട് പരിചയപ്പെടുത്തിയ ഏത് ഖുർആനാണ് സഹോദരങ്ങളെ, ഏത് ഖുർആനാണ് പ്രിയപ്പെട്ടവര്? ഇന്നും എത്രയോ സ്ഥലങ്ങളിലാണ് പരിശുദ്ധമായ ഖുർആനിനോടുള്ള കലി കൊണ്ട്, ഖുർആനിനോടുള്ള വൈരാഗ്യം കൊണ്ട്, ഖുർആനിനോടുള്ള വിദ്വേഷം കൊണ്ട് എത്രയോ സ്ഥലങ്ങളിലാണ് അള്ളാന്റെ പരിശുദ്ധമായ ഖുർആന് വലിച്ചു കീറപ്പെടുന്നത്. എത്രയോ സ്ഥലങ്ങളിലാണ് വിശുദ്ധമായ ഖുർആന് മലീമസമാക്കപ്പെടുന്നത്. എന്നാൽ നിങ്ങൾക്കറിയണോ സഹോദരങ്ങളെ, ഇന്നേ വരെ ഒരു വള്ളിക്കോ ഒരു പുള്ളിക്കോ ഒരു ഹറക്കത്തിനോ ഒരു അക്ഷരത്തിനോ യാതൊരു മാറ്റവുമില്ലാത്ത വ്യത്യാസം വരാത്ത അള്ളാന്റെ പരിശുദ്ധമായ കലാമുണ്ടല്ലോ. ലോകം ദാഹിച്ചുകൊണ്ടിരുന്ന വിമോചന സരണിയുണ്ടല്ലോ, അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിലൂടെ പടച്ച തമ്പുരാന് പരിചയപ്പെടുത്തുകയാണ്. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. മനുഷ്യഭൂതവർഗത്തിൽ നിന്ന് ഭൂരിപക്ഷം ആളുകളെയും നരകത്തിന് വേണ്ടിയാണ് ഞാൻ പടച്ചത്. ഇതാരാണ് സഹോദരങ്ങളെ പറയുന്നത്? അല്ലാഹുവാ പറയുന്നത്. അവന്റെ കലാമിലൂടെയാണ് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. മനുഷ്യഭൂതവർഗത്തിൽ നിന്ന് ഭൂരിപക്ഷം ആളുകളെയും ഞാൻ പടച്ചത് സ്വർഗത്തിന് വേണ്ടിയിട്ടല്ല. എന്റെ തേവലക്കരയിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട പെങ്ങളെ, സഹോദരങ്ങളെ, അള്ളാഹു പരിചയപ്പെടുത്തുന്ന ഭൂരിപക്ഷം ആളുകളും നരകത്തിലാണ്. ന്യൂനപക്ഷമാണ് അള്ളാന്റെ സ്വർഗത്തിൽ പോവുക. ഭൂരിപക്ഷം ആളുകളെയും അള്ളാഹു എവിടേക്ക് വേണ്ടിയിട്ടാണ് പടച്ചത്? അവന്റെ നരകത്തിന് വേണ്ടിയിട്ടാണ് പടച്ച തമ്പുരാനെ സൃഷ്ടിച്ചതെന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. അവരുടെ സ്വഭാവം എന്തെന്നറിയുമോ? ആ മനുഷ്യ വിഭാഗത്തിന്റെ സ്വഭാവം എന്തെന്നറിയുമോ? ലഹുമു ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർക്ക് ഞാൻ നല്ല ഹൃദയം കൊടുത്തിരിക്കുകയാണ്. നല്ല ഹൃദയം ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഒരു മുട്ടിയുടെ വലിപ്പമുള്ള ഇടതുഭാഗത്തിടത്ത് നെഞ്ചിലേക്ക് ചേർന്നിരിക്കുന്ന ഹൃദയമുണ്ടല്ലോ, ആ ഒരു ഹൃദയം അള്ളാഹു തന്നതെന്തിനെന്നറിയുമോ? അള്ളാഹു തന്നതെന്തിനെന്നറിയുമോ സഹോദരങ്ങള്? ചിന്തിക്കേണ്ടത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല പറയുന്ന ഭൂരിപക്ഷം ആളുകളെ ഞാൻ നരകത്തിന് വേണ്ടി പടച്ചതാണ്. അവര് ചെയ്ത തെറ്റെന്തെന്നറിയുമോ? അവർക്ക് ഞാൻ ഹൃദയം കൊടുത്തു. ആ ഹൃദയം കൊണ്ട് ലാ യഫ്ഖഹൂന ബിഹാ. അവര് ചിന്തിക്കേണ്ട കാര്യങ്ങൾ ചിന്തിക്കുന്നില്ല. വലഹും അഈനുൻ ലാ യുബ്സിറൂന ബിഹാ. അവർക്ക് ഞാൻ നയനങ്ങൾ കൊടുത്തു, കണ്ണുകൾ കൊടുത്തു, മനോഹരമായ കണ്ണുകൾ കൊടുത്തു. പക്ഷെ കാണേണ്ടത് അവർ കാണുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അവർക്ക് ഞാൻ ശ്രവണപുടങ്ങൾ കൊടുത്തിരിക്കുകയാണ്. പക്ഷേ കേൾക്കേണ്ടത് അവർ കേൾക്കുന്നില്ല. അവര് കേൾക്കേണ്ടത് അവർ കേൾക്കുന്നില്ല. ധാരാളം കാര്യങ്ങൾ അവർ കേൾക്കുന്നുണ്ട്, ധാരാളം വസ്തുക്കൾ അവർ കാണുന്നുണ്ട്, പലതിനെ പറ്റിയും അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അല്ല പറയുന്നു, ചിന്തിക്കേണ്ടത് അവർ ചിന്തിക്കുന്നില്ല, കാണേണ്ടത് അവർ കാണുന്നില്ല, കേൾക്കേണ്ടത് അവർ കേൾക്കുന്നില്ല. ഈ 3 സ്വഭാവ ഗുണങ്ങളുള്ള മനുഷ്യനുണ്ടല്ലോ, അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു തന്നെ പറയുകയാണ്. ഉലൈക
അവന് നാൽക്കാലികളെ പോലെയാ, അവന് നാൽക്കാലികളെ പോലെയാ. അവിടെ പട്ടിയെന്നല്ല പറഞ്ഞില്ല, അവിടെ പന്നിയെന്നല്ല പറഞ്ഞില്ല, കഴുതയെന്ന്, കുതിരയെന്ന്, ഒട്ടകമെന്ന്, പശുവെന്ന്, കാളയെന്ന്, എരുമയെന്ന്, പോത്തെന്നല്ല പറഞ്ഞില്ല. നാൽക്കാലികളെന്ന് പറയുന്ന നാൽക്കാലികളായ ജീവികളുണ്ടല്ലോ, ആ നാൽക്കാലികളെ അല്ലാഹു പരിചയപ്പെടുത്തിയിട്ട് ആ നാൽക്കാലികളോട് ഉപമിച്ചുകൊണ്ട് അല്ലാഹു ഒറ്റ വാക്കില് പറയുകയാണ്, ഉലൈക കൽ അൻആം. കണ്ണു കൊടുത്തിട്ട് കാണേണ്ടത് കാണാത്തവനെ, കാത് കൊടുത്തിട്ട് കേൾക്കേണ്ടത് കേൾക്കാത്തവനെ, ഹൃദയം കൊടുത്തിട്ട് ചിന്തിക്കേണ്ടത് ചിന്തിക്കാത്തവനെ, നീ ആരെ പോലെയാണ്? നാൽക്കാലിയെ പോലെയാണ്. ഇത് പറയുമ്പോൾ സഹോദരങ്ങളെ, കണ്ണുകൊണ്ട് കാണാണ്ടത് കാണാത്ത മനുഷ്യ, കാതുകൊണ്ട് കേൾക്കേണ്ടത് കേൾക്കാത്ത മനുഷ്യ, ഹൃദയം കൊണ്ട് ചിന്തിക്കേണ്ടത് ചിന്തിക്കാത്ത മനുഷ്യ, നീ കഴുതയെ പോലെയാണ്, നീ കാളയെ പോലെയാണ്, നീ പട്ടിയെ പോലെയാണ്, പന്നിയെ പോലെയാണ് എന്ന് അല്ലാഹു പറഞ്ഞാൽ അവർക്ക് വല്ലാത്ത വിഷമം വന്നാലോ, അവർക്ക് ദുഃഖം വന്നാലോ, അവർക്ക് നാണക്കേടായാലോ, അതുകൊണ്ട് അല്ലാഹു ഒരു പടി കൂടി താഴേക്ക് ഇറങ്ങിയിട്ട് പറയുകയാ, ബൽഹും അലല്ലോ, അവര് നാൽക്കാലികളെ പോലെ എന്ന് മാത്രമല്ല, ബൽഹും അലല്ലോ, അതിനേക്കാളും നിന്ദ്യരാണ്, നികൃഷ്ടരാണ്, നീചരാണ്, വൃത്തികെട്ടവരാണ്, അതിനേക്കാൾ അധമന്മാരാ. എന്തുകൊണ്ടെന്നറിയോ? അവര് ചെയ്ത തെറ്റെന്താണ്? ഉലൈക ഹുമുൽ ഗാഫിലൂൻ. അവരശ്രദ്ധരായി ജീവിക്കുന്നവരാ, അവര് ബോധമില്ലാതെ ജീവിക്കുന്നവരാ, ഒരു ചിന്തയുമില്ലാതെ ജീവിക്കുന്നവരാ, മുന്നിലൂടെ കാണുന്ന കാഴ്ചകളല്ല കണ്ടിട്ട് ഗുണപാഠം ഉൾക്കൊള്ളേണ്ടവനാണ്, പക്ഷേ അവര് കാണാത്തതുപോലെ നടന്നു പോവുകയാ. തന്റെ മുന്നിൽ വേദനിക്കുന്ന രോഗം കൊണ്ട്, കഷ്ടപ്പാട് കൊണ്ട്, കടം കൊണ്ട്, പ്രയാസം കൊണ്ട്, നൊമ്പരം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളെ കാണുമ്പോൾ അവന് കണ്ട പാപം പോലും നടിക്കാട്, അവന് കണ്ട ഭാവം പോലും നടിക്കാതെ നടന്നു പോകുന്നവനാ. എത്രയോ ദീനരോധനങ്ങൾ അവന്റെ കാതിൽ കേട്ടു സഹോദരങ്ങള്, അത് കേൾക്കാത്തവനെ പോലെ നടന്നു പോവുകയാ. അവന്റെ ഹൃദയം അല്ലാഹു എന്തെല്ലാം ചിന്തിക്കാനുള്ള സൗകര്യം കൊടുത്തു, എന്തെല്ലാം സാഹചര്യങ്ങൾ ഇട്ടുകൊടുത്തു, പക്ഷെ അവനെ ചിന്തിക്കുന്നില്ല. ഇവനെ പറ്റി അല്ലാഹു പറഞ്ഞ ഇവന്റെ തെറ്റേതെന്നറിയോ? ഉലൈക ഹുമുൽ ഗാഫിലൂൻ. അവൻ അശ്രദ്ധനായി ജീവിക്കുന്നവനാ. ഇവനെ അല്ലാഹു ഉപമിച്ചത് എന്തിനോടെന്നറിയോ? ഉലൈക കൽ അൻആം ബൽ ഹും അളല്ലു. അവന് നാൽക്കാലികളെക്കാൾ അടപ്പതിച്ചവനാണെന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഅറാഫിലൂടെ പടച്ചതമ്പുരാന് പരിചയപ്പെടുത്തുമ്പോ, തേവലക്കരയുടെ മണ്ണിൽ ചരിത്രങ്ങൾ ഇറങ്ങിക്കിടക്കുന്ന തേവലക്കരയുടെ മണ്ണിൽ ഒരു വർഗീയ കലാപത്തിന് പിരികൊടുത്താൻ വേണ്ടിയിട്ട് വന്നി വയോധികനായ അലവിക്കുഞ്ഞുസ്താദിന് വെട്ടിക്കൊന്ന തേവലക്കരയുടെ മണ്ണിൽ വെച്ച് ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടണ്ടേ സഹോദരങ്ങളെ, ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടണ്ടേ. അതുകൊണ്ട് ജീവിതത്തിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ട്, കണ്ണുകൊണ്ട് കാണുന്നത്, കാതുകൊണ്ട് കേൾക്കുന്നത്, ചിന്തിക്കേണ്ട കാര്യങ്ങളെ ചിന്തിക്കാതെ പോകുന്നത് ഒരു വലിയ അപകടത്തിലേക്കാണ്, ആപത്തിലേക്കാണെന്ന ബോധം മനസ്സിലാക്കിയിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അശ്രദ്ധയിൽ നിന്ന് ഒന്ന് ഉണരണേ, എന്നിട്ട് ചിന്തിക്കണേ, എന്നിട്ടൊരു നവോന്മേഷത്തോടെ ഒരു പുത്തൻ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കണേ. അല്ലാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഒന്നാമതായി പരിചയപ്പെടുത്തിയത് അശ്രദ്ധ കാരണം അള്ളാഹു അവനെ ഉപമിച്ചത് നാൽക്കാലികളെ പോലെയാണ്. നിസ്കരിക്കാത്തവൻ, ബാങ്ക് വിളിക്കുമ്പോ പള്ളിയുടെ മുന്നിലൂടെ പോകുന്നവൻ, ളുഹറിന് പെട്ടെന്ന് കയറി ബാങ്ക് 11 മണിക്ക് വിളിച്ചു, മുക്രി, ആളുകൾ കമ്പും തടിയും പടിയുമായിട്ടൊക്കെ വന്നു. കാരണം കാലം മോശമാണല്ലോ. ആ സമയത്ത് എന്തിനാ 12:30ക്കുള്ള ബാങ്ക് 11 മണിക്ക് വിളിക്കുന്നത്? മോദി സാഹിബ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ആരും ആക്രമിക്കാമെന്നത് കൊണ്ടോ ഉറങ്ങിയിട്ട് സമയം തെറ്റി വിളിച്ചതോ ഒന്നുമല്ല, ഈ നാട്ടുകാരന്റെ ബാങ്ക് കേൾക്കുന്നുണ്ടോ എന്നൊരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു. അപ്പൊ നിങ്ങൾ കേൾക്കുന്നുണ്ട്, എന്നിട്ട് എന്റെ ളുഹറിന് നിങ്ങൾ കൃത്യമായി വരാത്തത്. പള്ളിയുടെ മുന്നിലൂടെ നടന്നു പോകുന്നവൻ ആ ബാങ്ക് കേൾക്കുന്ന സമയത്ത് കേട്ട ഭാവം പോലും നടിക്കാത്തവനെ കഴുത എന്ന് പറയാൻ പറ്റുമോ? കഴുതയ്ക്ക് നാണക്കേടാ. റമളാൻ മാസത്തിന്റെ പൊന്നമ്പിളി വാനലോകത്ത് പ്രകടമാകുമ്പോ ഖാലിമാരും ഇമാമുമാരും ഖതീബുമാരും നാളെ നോമ്പാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ആരോഗ്യമുള്ള മനുഷ്യന് കഴുതകളെ പോലെ മേഞ്ഞു നടന്നു തിന്നുകൊണ്ട് പകല് നേരെ പടച്ചവനോട് വൈരാഗ്യത്തോടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നവനെ പട്ടിയെന്ന് വിളിക്കാൻ പറ്റുമോ? പട്ടിക്ക് നാണക്കേടാവും.
സാമ്പത്തികമായി ശേഷി ഉണ്ടായിട്ട് വിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കാൻ പോകാത്തവനെ മറ്റേതെങ്കിലും മൃഗത്തിന്റെ പേരിട്ട് വിളിക്കാൻ പറ്റുമോ? ആ മൃഗത്തിന് നാണക്കേടാവും. അത് അള്ളാഹ്ക്ക് നല്ലതുപോലെ അറിയാം. പടച്ചവൻ നീതിമാനാ, അള്ളാഹു നീതിമാനാ. അതുകൊണ്ട് പടച്ചവൻ പറഞ്ഞു നാൽക്കാലികളെ പോലെയാണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നാൽക്കാലികൾക്ക് സങ്കടാവും. അതുകൊണ്ട് മക്കളെ, നിങ്ങളെ പോലെയല്ല, ബൽഹും അള്ളല് നിങ്ങളെക്കാൾ താഴെ തട്ടിലുള്ളവരാണ്, നിങ്ങളെക്കാൾ മോശപ്പെട്ടവരാണ്. പടച്ചോ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്താ തെറ്റ്? കള്ളുടിയല്ല, പെണ്ണുപിടിയല്ല, പലിശയല്ല, പിന്നെ ഏതാണ്? ഒറ്റ തെറ്റ്, അശ്രദ്ധമായി ജീവിക്കുക. റസൂലുള്ളാന്റെ ദുആ എന്താണ്? നമ്മൾ ഇന്ന് വരെ അള്ളാന്റെ റസൂൽ ദുആ ചെയ്ത ഈ ദുആ നമ്മൾ ചൊല്ലിയിട്ടുണ്ടോ? നമ്മൾ ചെയ്തിട്ടുണ്ടോ? എന്താ റസൂലുള്ളാന്റെ ദുആ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അല്ലാഹുവേ, ഇബാദത്ത് എടുക്കാൻ കഴിയാത്ത ഒരു അശക്തത, ആ ഒരു അവസ്ഥയെ തൊട്ട് നിന്നോട് ഞാൻ കാവല് ചോദിക്കുന്നു. വൽ കസൽ, അശക്തത ഇല്ലെങ്കിൽ പോലും, ശക്തി ഉണ്ടെങ്കിൽ പോലും നിനക്ക് ഇബാദത്ത് എടുക്കാൻ കഴിയാത്ത അലസത, അതിൽ നിന്ന് ഞാൻ പടച്ചവരെ നിന്നോട് കാവല് തേടുന്നു. നമ്മളെല്ലാം തികഞ്ഞവരാണെന്ന ചിന്ത കടന്നു വന്നു പോയാൽ ഇത് കേവലം ഒരു പള്ളിയിലെ മുഅല്ലിമിന്റെ കഥയല്ലോ, ഒരു വലിയ പണ്ഡിതന്റെ കഥയാ പറയുന്നത്. ആ മനുഷ്യന്റെ നാവിങ്ങനെ പുറത്തേക്ക് നീണ്ടുവരാൻ തുടങ്ങി. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, പണക്കാരന്റെ പണക്കീസയിലെ കാശ് കണ്ടിട്ട് പണ്ഡിതന്മാര് അവര് ഒന്നും സത്യത്തിന് അനുകൂലമായിട്ടല്ലാതെ അസത്യത്തിന് അനുകൂലമായ ഒരു അക്ഷരം മിണ്ടാത്തത് അതിന്റെ പേരിലാണ്. ഒരു ഇമാമും പണക്കാരന്റെ പണക്കീസയിലെ കാശ് കണ്ടിട്ട് സത്യത്തെ മൂടി വെക്കാത്തത് കൊണ്ടാണ് അല്ലാഹു ദുനിയാവില് പാഠം പഠിപ്പിച്ചു ഒരു പണ്ഡിതനെ. അതുകൊണ്ടൊരു പണ്ഡിതന് ഒരിക്കലും സത്യം മൂടി വെക്കാൻ കഴിയില്ല. അത് എത്ര വലിയ ആളിന്റെ മുമ്പിലാണെങ്കിലും, അത് എത്ര വലിയ കുടുംബത്തിൽപ്പെട്ടവനാണെങ്കിൽ പോലും സത്യമേതാണോ അതിനോടൊപ്പം നിൽക്കാൻ ഒരു പണ്ഡിത ധർമ്മമാണ്. ആമാശയത്തിന് ആദർശത്തെക്കാൾ വില കൽപ്പിക്കാൻ പണ്ഡിതന് കഴിയൂല. ആമാശയത്തെക്കാൾ ആദർശത്തിനാണ് വില കൽപ്പിക്കേണ്ടത്. സഹോദരങ്ങളെ, നാവ് പുറത്തേക്ക് നീളാൻ തുടങ്ങി. അങ്ങനെ നാവ് നീണ്ട് താഴേക്ക് വന്നപ്പോ ബൽഅം പറഞ്ഞതെന്തെന്നറിയോ? ദഹബത്തു മിന്നി ദുനിയാ വൽ ആഖിറ. ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയി. എനിക്ക് ദുനിയാവ് നഷ്ടപ്പെട്ടു പോയി, എനിക്ക് ആഖിറവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഹസ്സാൻ മലയുടെ മുകളിൽ നിന്ന് മനുഷ്യൻ താഴേക്ക് വരുമ്പോ അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിൽ അല്ലാഹു പരിചയപ്പെടുത്തുന്നത് എന്താണ്? മസലുഹു കമസലിൽ കൽബി. അല്ലാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടത് വായിക്കാൻ കഴിവുള്ള, ഇസ്മുൽ ആലം പഠിപ്പിക്കപ്പെട്ട, ദുആ കിതാബത്തുള്ള ബനൂ ഇസ്രായേലിലെ പണ്ഡിതന്മാരിൽപ്പെട്ട ഏറ്റവും വലിയ ഒരു പണ്ഡിതനെ പറ്റി അല്ലാഹു പറഞ്ഞ വാക്കെന്തെന്നറിയോ? മസലുഹു കമസലിൽ കൽബ്. കള്ളുകുടിയനെ പറ്റി ഈ വാക്കല്ല പറഞ്ഞിട്ടില്ല. പെണ്ണുപിടിയനെ പറ്റി അല്ല ഈ വാക്ക് പറഞ്ഞിട്ടില്ല. പലിശക്കാരനെ പറ്റി അല്ല ഈ വാക്ക് പറഞ്ഞിട്ടില്ല. ഒരു പണ്ഡിതന്റെ അടപ്പതനപ്പിന്റെ ഏറ്റവും വലിയ തെളിവ് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ തെളിയിച്ചുകൊണ്ട് പറഞ്ഞത് മസലുഹു കമസലിൽ കൽബ്. അവനും നായയെ പോലെയാണ്, അവനും പട്ടിയെ പോലെയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇൻ തഹ്മിൽ അലൈഹി യൽഹസ്. കല്ലെടുത്തെറിഞ്ഞാലും നാക്ക് പുറത്ത് തന്നെ. ഔ തത്റുഖുഹു യൽഹസ്. ആ പട്ടിയെ കല്ലെടുത്തെറിയാതിരുന്നാലും നാക്ക് പുറത്ത് തന്നെ. കല്ലെടുത്തെറിഞ്ഞാലും കല്ലെറിഞ്ഞില്ലെങ്കിലും പട്ടിയുടെ നാക്ക് പുറത്താ. ഈ പട്ടിയുടെ നാക്കും പുറത്താ. അല്ലാഹു ഒരു പണ്ഡിതനെ പരിചയപ്പെടുത്തിയത് നായയോടാണെങ്കിൽ ആ ബൽഅം ചെയ്തു പോയ തെറ്റെന്തെന്നറിയോ? ഐഹിക ആസക്തിയാണ് എന്ന് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ. ഇനി ആരുടെ കഥയാ പറയേണ്ടത്? ഇനി ആരുടെ കഥ പറയണം? ദുനിയാവിന്റെ പിറകെ പരക്കം പായുന്നവൻ പട്ടിയാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അദ്ദുനിയാ കുല്ലുഹാ ജീഫാ വഖാലിബുഹാ കിലാബുൻ നബി മുഹമ്മദ് മുസ്തഫ. ദുനിയാവ് ശവമാണ് സഹോദരങ്ങളെ. ശവത്തിന്റെ പിന്നാലെ പോകുന്നത് പട്ടികളാണ്. ഗസാലി ഇമാമിന്റെ കിതാബുകൾ പരിശോധിച്ചു നോക്കിയാൽ, അതുപോലെ തന്നെ മഹാരഥന്മാരുടെ തസവ്വുഫിന്റെ കിതാബുകൾ പരിശോധിച്ചു നോക്കിയാൽ, പണത്തിന്റെ പിന്നാലെ ബുദ്ധനായ ഒരു ഗുരു. ബുദ്ധന്മാര് നല്ലോമാരും ഉണ്ടായിരുന്നു, ഇപ്പോൾ എല്ലാം പോക്കാം. ബുദ്ധന്മാരിലെ അഹിംസയുടെ വക്താക്കളല്ലായിരുന്നു. അഹിംസയെ ആദർശമാക്കിയ ഏറ്റവും നല്ല ഒരു സമൂഹമായിരുന്നു ബുദ്ധമത വിശ്വാസികൾ. അവരാണ് ഇന്ന് റോഹിംഗ്യൻ ജനതയെ അവര് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബുദ്ധനായ ഒരു ഗുരുവിനോട് വന്നിട്ട് ഒരാൾ ചോദിച്ചു, ഒരാൾക്ക് ജീവിക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ട്?
എത്ര സമ്പത്ത് വേണമെന്ന് ചോദിച്ചു. ഉറങ്ങരുതേ, നമുക്കിനി ആകെ 1 മണിക്കൂറേ ഉള്ളൂ. ഒരാൾക്ക് ജീവിക്കാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചു ബുദ്ധനായ ഗുരുവിനോട്. ആ ഗുരു എന്ത് ചെയ്തെന്നറിയോ? മറുപടി ഒന്നും പറഞ്ഞില്ല. രസകരമായൊരു സംഭവമാണ്, കേട്ടോളി. നമ്മൾ ദുനിയാവിന്റെ പുറകെ പരക്കം പായണ്ടെന്നായി പറയുന്നത്. ദുനിയാവ് നമ്മുടെ പുറകെ വരട്ടെ. സ്വർണം മുഴുവനും സമ്പത്ത് മുഴുവനും അലമാരയിൽ പൂട്ടിയിട്ട് ഉറങ്ങാതിരിക്കാൻ പണത്തിന് യവൻ കാവല് കിടക്കുന്നു, അല്ലേ? നമ്മള് പണത്തിന് കാവല് കിടക്കുന്നു. അപ്പൊ നമ്മൾ ആരാണ് കാവല് കിടക്കുന്നത്? ആരാണ്? നായകളാ. കാവല് കിടക്കുന്ന നായയാണ്. നമ്മളെ പണം പ്രൊട്ടക്ട് ചെയ്യണം, സമ്പത്ത് നമ്മളെ സംരക്ഷിക്കണം. നമ്മൾ നേരെ തിരിച്ചാണ്. ബുദ്ധനായ ഗുരുവിനോട് ശിഷ്യൻ ചോദിച്ചു, ഒരാൾക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ എന്തൊക്കെ വേണം, എത്ര സമ്പത്ത് വേണമെന്ന് ചോദിച്ചു. അയാൾ ഒന്നും മിണ്ടിയില്ല. കുറെ നേരം കഴിഞ്ഞൊരു സഞ്ചിയിൽ നിന്നൊരു കോഴിമുട്ട എടുത്ത് കൈ കൊടുത്തു. ഒരു കോഴിമുട്ട കയ്യിൽ കൊടുത്തു. അയാൾ വലത് കൈ കൊണ്ട് കോഴിമുട്ട വാങ്ങി. രണ്ടാമത് സഞ്ചിയിൽ നിന്ന് ഒരു കോഴിമുട്ട കൂടി എടുത്ത് കയ്യിൽ കൊടുത്തു. ഇടത്തെ കൈ കൊണ്ട് അയാൾ കോഴിമുട്ട വാങ്ങി. മൂന്നാമത് ഒന്നുകൂടെ കൊടുത്തു. അയാള് ആ 2 മുട്ടയും ചേർത്ത് പിടിച്ചിട്ട് മൂന്നാമത്തെ മുട്ട നടുവിൽ വാങ്ങിവെച്ചു, കൈയുടെ നടുക്ക് വാങ്ങിവെച്ചു. നാലാമതൊന്നുകൂടെ കൊടുത്തു. അയാൾ ശ്രദ്ധിക്കാൻ തുടങ്ങി, കാരണം മുട്ട നിലത്ത് വീണാൽ പൊട്ടിപ്പോകും. 5ആമതൊന്നുകൂടെ കൊടുത്തു. അയാൾ അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കാൻ തുടങ്ങി. 6ആമതൊന്നുകൂടെ കൊടുത്തു. ആ സമയത്ത് അയാളുടെ കയ്യിൽ ഇരിക്കുന്നില്ല. അയാൾ അതെല്ലാം കൂടി നെഞ്ചിലോട്ട് ചേർത്ത് വെച്ചിട്ട് നെഞ്ച് കാണിച്ചു കൊടുത്തു. മുട്ട ഇതിലോട്ട് വെച്ചോളാൻ പറഞ്ഞു. 7ആമത് വെച്ചപ്പോഴും അല്പം കൂടി ഭദ്രമായി വെച്ചിട്ട് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് മുട്ട ഏറ്റുവാങ്ങി. 9ആമത് വെച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഇനി മതി എന്ന് പറഞ്ഞു. ഗുരു തന്റെ ശിഷ്യനോട് പറഞ്ഞു, കണ്ടോ, നിനക്ക് 1 മുട്ട തന്നപ്പോൾ നിന്റെ കയ്യിൽ അത് ഒതുങ്ങി. 2 മുട്ട തന്നപ്പോൾ നിന്റെ 2 കൈയിലും ഒതുങ്ങി നിന്നു. 3ആമതൊന്നുകൂടി തന്നപ്പോൾ നിനക്ക് അഡ്ജസ്റ്റ് ചെയ്താണെങ്കിലും അതിനെ കൂടെ സംരക്ഷിക്കാൻ നിനക്ക് കഴിഞ്ഞു. 4ആമത്തത് മുതൽ നിനക്ക് താങ്ങാൻ പറ്റിയില്ല. 9ആമത്തത് എത്തിയപ്പോൾ നിനക്ക് തീരെ താങ്ങാൻ പറ്റിയില്ല. നിന്നെ കൊണ്ട് ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായ സമ്പത്ത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരൻ, ആ പണക്കാരൻ 3 നേരമല്ലേ കഴിക്കൂ? അല്ലേ അല്ലേ അമീനെ? നമ്മൾ 3 നേരം കഴിക്കും. അവര് ഉറങ്ങും, നമ്മളും ഉറങ്ങും. സുഖോരു പോലെയല്ലേ? അവരെക്കാളും നല്ലതുപോലെ നമ്മൾ ഉറങ്ങും. കാരണം എന്താ? നമുക്ക് ഉറക്കം വരും പെട്ടെന്ന്. ഇവിടെ ഇപ്പൊ വയൽ കേൾക്കാൻ വേണ്ടി വന്നൊരു പണക്കാരൻ, ഒരു ഉദാഹരണം, എനിക്ക് ഇവിടെ നാട്ടുകാരൊന്നും അറിയില്ല. ഒരു സഹോദരി അലമാരയിൽ നിറച്ച സ്വർണ്ണ ഇരിക്കാൻ, സക്കാത്തും കൊടുക്കൂല, പാവങ്ങൾക്കും കൊടുക്കൂല, എങ്ങനെ വെച്ചിരിക്കുക. എന്നും രാവിലെ എടുത്ത് നോക്കും, അങ്ങ് വെക്കും. അങ്ങനത്തെ ഒരു താത്ത ഇവിടെ വന്നിരിക്കുക. എത്ര വാഴു പറഞ്ഞാലും അവരുടെ മനസ്സിൽ എന്തായിരിക്കും? പടച്ചോനെ, അലമാര നല്ലതുപോലെ പൂട്ടിയായിരുന്നു, താക്കോല് തലേനടി തന്നെയാണോ വെച്ചത്, ഗേറ്റ് നല്ലപോലെ പൂട്ടിയോ, പടച്ചോനെ എന്തെങ്കിലും ആവുമോ? ആകെ ഒരു പേടിയാണ്. ഇതൊന്നുമില്ലാത്ത ഈ നാട്ടിലെ ഒരു സഹോദരി വഴല് കേൾക്കാൻ വന്നു. പടച്ചോനെ, ആരെങ്കിലും എന്റെ വീട്ടിലൊന്ന് കള്ളം കയറിയിരുന്നെങ്കിൽ 10 രൂപ വെച്ചിട്ട് പോയാൽ. കാരണം ഒന്നുമില്ല, ഒരു ടെൻഷനും ഇല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഐഹികാസക്തി ആരെ പിടികൂടുമോ അവനെ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത് മസലുഹു കമസലിൽ കൽബ്, അവന് പട്ടിയെ പോലെയാണ്. ഒരു സംശയവും അക്കാര്യത്തിലില്ല. അവന് നായയെ പോലെയാണ്. അതുകൊണ്ടല്ലേ ദാർശനികനായ ഡയോജനീസ് അലക്സാണ്ടർ ചക്രവർത്തിയോട് ചോദിച്ചു, അലക്സാണ്ടർ, നിങ്ങൾക്ക് എന്താ ലക്ഷ്യം? എനിക്ക് ഏതൻ പിടിച്ചടക്കണം, അത് കഴിഞ്ഞിട്ടോ എനിക്ക് ഈജിപ്റ്റ് പിടിച്ചടക്കണം, അത് കഴിഞ്ഞിട്ടോ പേർഷ്യൻ പിടിച്ചടക്കണം, അത് കഴിഞ്ഞിട്ടോ എനിക്ക് ഗൾഫ് രാജ്യങ്ങൾ പിടിച്ചടക്കണം, അത് കഴിഞ്ഞിട്ടോ ഓരോരോ രാജ്യങ്ങൾ എനിക്ക് പിടിച്ചടക്കണം, എല്ലാം കഴിഞ്ഞിട്ടോ എനിക്കൊന്ന് വിശ്രമിക്കണം, എനിക്ക് ഒന്ന് വിശ്രമിക്കണം. ഡയോജനീസ് ചോദിച്ചു, അലക്സാണ്ടർ ജി, നിങ്ങൾക്ക് വിശ്രമിക്കാനാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ കാണുന്നതൊക്കെ വെട്ടിപ്പിടിക്കുന്നതും നിങ്ങൾ കൊല്ലുന്നതും നിങ്ങൾ കലാപങ്ങൾ അഴിച്ചുവിടുന്നതും? എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ നശിപ്പിക്കുന്നത്? നിങ്ങളുടെ ലക്ഷ്യം ഒന്ന് വിശ്രമിക്കലല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ ഈ ഉണ്ടാക്കുന്ന എന്തിനാണ്? ഒന്ന് പറയും, നമ്മളൊക്കെ ഉണ്ടാക്കുന്ന എന്തിനാണ്? ഞാൻ പലവട്ടം ഈ ഭാഗത്ത് പറഞ്ഞോന്ന് എനിക്കറിയില്ല. രാജാവിന്റെ മുമ്പിൽ വന്ന് പരാതിപ്പെട്ടു, രാജാവ് ഒന്നുമില്ല. രാജാവ് പറഞ്ഞു, നിനക്ക് എന്താ വേണ്ടത്? എന്തെങ്കിലും തരണം. ശരി, നിനക്ക് ഞാൻ കുറച്ച് വസ്തു തന്നേക്കാം. സന്തോഷമായി. നമ്മൾ അങ്ങനെയല്ലേ സഹോദരിമാരൊക്കെ രാത്രി മൊത്തം വാക്കി ഒതെടുത്തു, പടച്ചോനെ എനിക്ക് സമ്പത്ത് തരണേ.
നേരം വെളുത്ത് പഞ്ചായത്തിലോടും. എന്നിട്ട് പറയും എനിക്ക് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാക്കി തരണേ, BPL ആക്കി തരണേ, BPL ആക്കി തരണേ. രാത്രി ദുആ APL ആക്കാൻ, രാവിലെ പഞ്ചായത്തിൽ പോയിട്ട് BPL ആക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, രാജാവിന്റെ മുമ്പിൽ വന്ന് കരഞ്ഞു പറഞ്ഞ മനുഷ്യനോട് രാജാവ് പറഞ്ഞു, ശരി, നിനക്ക് കുറച്ച് പുരയിടം തന്നേക്കാം, വസ്തു തന്നേക്കാം. എത്രയാണ്? അങ്ങയുടെ ഇഷ്ടം പോലെ നീ നടക്ക്, എവിടെ നടന്നു നിൽക്കുമോ അവിടം വരെ നിനക്ക് ഞാൻ തന്നേക്കാമെന്ന് രാജാവ് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ നടക്കാൻ തുടങ്ങി. നടന്നു ഓടി, എല്ലാ പ്രദേശങ്ങളിലും ഓടി. ആ മനുഷ്യന് ആസക്തി കൂടി, ആ മനുഷ്യന് അത്യാഗ്രഹം കൂടി, ആ മനുഷ്യന് ആവേശം കൂടി. ആ മനുഷ്യൻ ഓടി ഓടി ഓടി, പട്ടാളക്കാര് പിന്നാലെ ഓടി. അവൻ നിൽക്കുന്ന സ്ഥലം വരെ എഴുതി കൊടുക്കാൻ രാജകൽപ്പനയാണ്. അങ്ങനെ തെങ്ങുംതോപ്പിലും റബ്ബർ തോട്ടത്തിലും വാഴത്തോട്ടത്തിലൊക്കെ ഇറങ്ങി കയറി. അയാൾ ഓടി നിർത്തുന്നില്ല. അവസാനം വന്ന് കൊട്ടാരത്തിന്റെ മറുഭാഗത്ത് വന്നു നിന്നു. അയാൾ മറിഞ്ഞു വീണു. വായിലൂടെ നുരയും പതയും വന്നു. അവിടെ കിടന്ന് ചത്തു. രാജാവ് ഇറങ്ങി വന്നിട്ട് ബന്ധുക്കളോട് ചോദിച്ചു, ഇനി എന്ത് ചെയ്യണം? ബന്ധുക്കൾ പറഞ്ഞു, ഇയാളെ കുഴിച്ചിടാൻ കുറച്ച് മണ്ണ് കൊടുക്കുക, അത്രേ മതി, അത്ര മതി. ഇയാൾ ഇത്രയും ഓടി ഉണ്ടാക്കിയിട്ട് എന്ത് കിട്ടി? 6 അടി മണ്ണ്. നമുക്കെന്താ? അതുകൊണ്ടാണ് ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത്, ജീവിച്ചിരുന്നാൽ എനിക്ക് ഭക്ഷണം കിട്ടും, മരിച്ചാ മണ്ണും കിട്ടും, എനിക്ക് പേടിയില്ല. എന്തിനാണ് സഹോദരങ്ങളെ നമ്മൾ ആരെയാ പേടിക്കുന്നത്? പണക്കാരന്റെ പണം കാക്കുന്ന മരം കാണുമ്പോ, പണക്കാരന്റെ കീശയിലെ കാശ് കാണുമ്പോ നമ്മൾ എന്തിനാണ് മയങ്ങി പോകുന്നത്? സഹോദരങ്ങളെ, വേണ്ട സഹോദരങ്ങളെ, നമുക്കൊരു കാര്യം തീരുമാനിക്കാം. ഐഹികാസക്തി നമുക്ക് വേണ്ട, ദുനിയാവിനോടുള്ള മോഹം നമുക്ക് വേണ്ട. ദുനിയാവെന്ന കള്ളിപ്പെണ്ണ് നമ്മുടെ പിന്നാലെ വരട്ടെ. ദുനിയാവ് പെണ്ണാണ്, ചതിക്കുന്നവളാണ്. അവളെ കള്ളിപ്പെണ്ണാ, ചതിക്കുന്ന പെണ്ണാ. ആ ചതിക്കുന്ന ദുനിയാവെന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ, അത് നമ്മുടെ പിന്നാലെ വരട്ടെ. നമുക്ക് അങ്ങോട്ട് പോണ്ട. ദുനിയാ കല്ലുമിനൽ ഖലീലി വാസിഖുഹാ അദല്ലു മിനൽ ദലീലി. ദുനിയാവെന്ന് പറഞ്ഞ നിസാരതയാണ്. അതിനെ ഇഷ്ടപ്പെടുന്നവനോ കാമിക്കുന്നവനോ പ്രണയിക്കുന്നവനോ അധമന്മാരിൽ ഏറ്റവും അധമനാണ് എന്ന് മഹാന്മാര് പഠിപ്പിക്കുമ്പോ, സഹോദരങ്ങളെ, ജീവിച്ചിരുന്ന നമുക്ക് ഭക്ഷണം ഉറപ്പാണ്, മരിച്ചാലോ 6 അടി മണ്ണ് നമുക്ക് ഉറപ്പാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതുകൊണ്ട് എന്റെ ജീവിതം സ്വാതന്ത്ര്യമാണ്, എന്റെ ജീവിതം സന്തോഷകരമാണ്, മനസ്സ് സ്വാതന്ത്ര്യമുള്ളതാ. സഹോദരങ്ങളെ, നമുക്ക് വേണ്ട ദുനിയാവിന്റെ ആസക്തി, നമുക്ക് വേണ്ട ദുനിയാവിനോടുള്ള ഇഷ്ടം, നമുക്ക് മാറ്റിവെക്കാം. അങ്ങനെ ദുനിയാവിന്റെ ആസക്തിയോട് കൂടിയാനും നിങ്ങൾ പെരുമാറുമ്പോ, ആ ആസക്തിയോടെ ആദർശത്തെ പണയം വെക്കുന്നവനെ പറ്റി അല്ലാഹു പറഞ്ഞതെന്താണ്? മസലുഹു കമസലിൽ കൽബ്, അവനും നായയെ പോലെയാണ്, പട്ടിയെ പോലെയാണ്. പടച്ചവൻ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ദുനിയാവിനോട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് തൽക്കാലം ഒന്ന് വിട പറയാം. എന്ന് പറഞ്ഞാൽ വീടൊക്കെ ഇടിച്ചു പൊളിച്ച് കളയണമെന്നല്ല, വണ്ടിയൊക്കെ വിൽക്കണമെന്നല്ല. വീടും വാഹനവും ഒക്കെ മനുഷ്യന് അത്യാവശ്യമാണ്. ഒരു മനുഷ്യന്റെ ഈ ലോകത്തെ ജീവിതത്തിന്റെ ഭാസുരമായ ഒരു ജീവിതത്തിന്റെ അടയാളം പറഞ്ഞത് നല്ലൊരു വാഹനം, നല്ലൊരു വീട്, നല്ലൊരു ഭാര്യ. ഇത് 3 കിട്ടിയാൽ രക്ഷപ്പെട്ടു. ഇത് 3 കിട്ടിയാൽ രക്ഷപ്പെട്ടു. നല്ലൊരു വീട്, മസ്കൻ, ഒരു മർക്കബ്, ഒരു വാഹനം, ഒരു ഭാര്യ. ഇത് 3 കിട്ടിയാൽ നമ്മൾ വിജയിച്ചു. നല്ല വണ്ടിയുണ്ട്, നല്ല ഒന്നാന്തരം വീടുമാണ്, അവള് ശരിയല്ല. എന്നാ പിന്നെ എന്താ ചെയ്യും? വീട്ടിൽ കിടക്കാൻ പറ്റുമോ? സമാധാനം ഇല്ല. വണ്ടിയിൽ കയറാൻ പറ്റുമോ? ഫോണുള്ളത് കൊണ്ട് എപ്പോഴും വിളിയായിരിക്കും, ഒരു സമാധാനം ഉണ്ടാവില്ല. അതേസമയം നല്ല ഭാര്യയാണ്, നല്ല വാഹനമുണ്ട്, പക്ഷെ അനുയോജ്യമായ വീടില്ല. സങ്കടമല്ലേ? നല്ല വീടുകൊണ്ട് നല്ല ഭാര്യയാണ്, പക്ഷെ യാത്ര ചെയ്യാൻ വാഹനമില്ല. ഇത് 3ഉം ഈ ലോകത്തെ വിജയത്തിന്റെ നിദാനമാണ് എന്ന് പഠിപ്പിച്ചത് മുത്തുനബിയാണ്. ഇത് 3ഉം ഉള്ളവൻ ഈ ലോകത്ത് വിജയിച്ചു. പരലോകത്തേക്ക് വേണ്ടി ബാക്കി ഉണ്ടാക്കിയുണ്ടാ മതി. അതുകൊണ്ട് വീടും വേണം, വാഹനവും വേണം, സുഖ സൗകര്യങ്ങളൊക്കെ വേണം. പക്ഷെ നമ്മൾ അതൊരു മുഖ്യമായ ലക്ഷ്യമാക്കരുത്. അത് നമ്മളെ തേടി വന്നോട്ടെ, നമ്മൾ അതിന്റെ പിന്നാലെ പോകണ്ട. ആരാ പറഞ്ഞത് നമുക്ക് ദുനിയാവ് വേണ്ട എന്ന്? റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഹസനത്ത് വേണം. ആ ഹസനത്ത് എന്താണ് എന്ന് ഖുർആൻ പല സ്ഥലങ്ങളിലായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതല്ലേ സഹോദരങ്ങളെ നല്ലൊരു വാഹനം, നല്ലൊരു ഭവനം.
നല്ല ഒരു ജീവിതം, ആരോടും കൈനീട്ടേണ്ട സാഹചര്യം വരാതെ, ഒരിക്കലും ആരോടും ഒരു രൂപയും കടം വാങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തില് അന്തസ്സോടുകൂടിയുള്ള ജീവിതം, ഇതൊക്കെ നമ്മുടെ ഹസനാത്തുകളിൽ പെട്ടതാണ്, ദുനിയാവിന്റെ ഹസനത്തിൽപ്പെട്ടതാണ്. അള്ളാഹു നമുക്ക് അതൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ദുനിയാവിനെ ആസക്തി, ഐഹിക ആസക്തി നമ്മളെ വേട്ടയാടുമെങ്കിൽ നമ്മളെ പറ്റി പറഞ്ഞ പേര് മായയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇനി മൂന്നാമത്തേത് കേട്ടോളെ, മറക്കരുത്. ഒന്ന്, അശ്രദ്ധയുള്ളവനെ നാൽക്കാലി എന്ന് വിളിച്ചു. രണ്ട്, ദുനിയാവിനോട് ഭ്രമം ഉള്ളവനെ പട്ടി എന്ന് വിളിച്ചു അള്ളാഹു. ഇനി മൂന്നാമത് അള്ളാഹു പരിചയപ്പെടുത്തുന്നത് ഇത്രയും കേട്ടിട്ട് നന്നാവാത്ത ആളുകളെ പറ്റിയാണ്. വയൽ ഒരുപാട് പറയും, ഇഷ്ടംപോലെ വയല് പറയും, അവന്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കൂല. വയൽ ഒരുപാട് സംഘടിപ്പിക്കും. ഈ അടുത്ത സമയത്ത് എന്നോട് ഇന്നൊരാൾ എന്നോട് പറഞ്ഞു, ഒരു ഉസ്താദ് പറഞ്ഞതാണ്, ഒരു വയലിന് സ്ഥലത്ത് ഡേറ്റ് കൊടുത്തു. എന്നോട് പറഞ്ഞു, ഞാൻ പറയുന്ന വിഷയം ഇന്നതാണ്. ഞാൻ ചോദിച്ചു, ആ വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം എന്താ? കഴിഞ്ഞ വർഷം ഇതുപോലെ വയലു വെച്ചു, അതിനുശേഷം വന്ന ഓണാഘോഷത്തിന്റെ വടം വലിക്കും, ഊഞ്ഞാലാട്ടത്തിൽ ഉറിയടിക്കും, എവര് തന്നെ സംഘാടകരായി. വയലിന് കിട്ടിയ ബാലൻസ് ഉറിയടിക്കുന്ന കടം തീർക്കാൻ അടുത്ത വർഷം വയലും. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര പഠിച്ചിട്ടും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാത്ത ഒരാളെ സംബന്ധിച്ച് അള്ളാഹു എന്താ പറഞ്ഞെന്നറിയോ? എന്ന് പറഞ്ഞാൽ അശ്രദ്ധയുള്ളവനെ നാൽക്കാലി എന്നും ദുനിയാവിന്റെ മോഹിയെ നായ എന്നും വിളിച്ചു. ഇനി നിങ്ങൾ അതിലേക്ക് പോകരുത് എന്ന് പറഞ്ഞത് കേട്ടിട്ട് ഇനിയും ഇല്ല, ഞാൻ അത് തന്നെയായിരിക്കും എന്റെ ജീവിതമെന്ന് പറയുന്നവനെ അള്ളാഹു എന്താ പറഞ്ഞെന്നറിയോ? എന്ത് വാക്കുകൊണ്ടാ? അങ്ങനെയൊക്കെ ഉള്ളവരെ നമ്മൾ പറയും. നമ്മുടെ മക്കളെ തന്നെ നമ്മൾ പറയാറുണ്ടല്ലോ. എന്താ പറയുന്നത്? പഠിച്ചത് പ്രാവർത്തികമാക്കാത്തവനെ എന്ന് പറഞ്ഞാൽ അധാർമികതയിലൂടെ ജീവിക്കുന്ന മനുഷ്യനെ പറ്റി അള്ളാഹു പരിചയപ്പെടുത്തിയ വാക്കെന്നറിയോ? അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഒരുപാടൊക്കെ പ്രസംഗിക്കുന്നവരാണ് നമ്മൾ, ഒരുപാട് പ്രസംഗിക്കുന്നവരാണ്. ഒരിക്കലും പ്രസംഗിക്കുന്നയാള് പ്രസംഗം കേൾക്കുന്നവരെക്കാൾ മെച്ചമുള്ളവനാണെന്ന് ഞാൻ പറയൂല. എന്റെ വിഷയം വേറെ ഉസ്താദന്മാരുടെ കാര്യമല്ല. ഈ ടൈമിൽ നമ്മുടെ ഇവിടെ വാഴ്ന്നു നടത്തിയതിൽ ഏറ്റവും അമലില്ലാത്ത ആള് ഞാനെന്നാണ് എന്റെ അഭിപ്രായം. അത് വാക്കിന്റെ മനോഹാരിതയ്ക്ക് വേണ്ടിയിട്ടോ സ്വയം എന്നെ പുകഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു യാഥാർത്ഥ്യം നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്റെ സഹോദരങ്ങളെ. അതുകൊണ്ട് പഠിച്ചത് പ്രവർത്തിക്കണം, എങ്കിലേ അള്ളാഹു പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരും. നമ്മളെന്തെ കാക്കയെ പോലെ ആവുന്നത്? കാക്കയാണ് മനുഷ്യൻ അടക്കാൻ പഠിപ്പിച്ചു കൊടുത്തത്. കാക്ക അന്ന് പറക്കുന്നതിന്റെ 1 ഇഞ്ച് അപ്പുറത്തേക്ക് ഇന്നുവരെ കാക്ക പറന്നിട്ടില്ല. അടക്കാൻ പഠിപ്പിച്ചു കൊടുത്ത ആരാണ്? തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് വെച്ച് കാബീല് ഹാബീലിനെ കൊന്നപ്പോ അടക്കാൻ അറിയില്ല, തോളത്തെടുത്തിട്ട് കൊണ്ട് നടക്കുകയാണ്. അപ്പൊ ഭൂമിയിൽ തന്റെ ചുണ്ടുകൊണ്ട് മണ്ണ് കൊത്തിമാറ്റുന്ന ഒരു കാക്കയെ അള്ളാഹു ഇറക്കി കൊടുത്തു. അത് കണ്ടപ്പോഴാണ് കാബീൽ ചിന്തിച്ചു, എന്റെ സഹോദരനെ ഇങ്ങനെ അടക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞാണ് അവിടെ അടക്കിയത്. ഇന്നും അവിടെ രാമേശ്വരത്ത് ഹാബീലിന്റെ ഖബറുണ്ട്. ലോകത്തെ ഭൂമിയിലെ ആദ്യത്തെ ഖബറാണ്. അതൊക്കെ നമ്മൾ കണ്ടിരിക്കണം. അപ്പോഴേ നമുക്ക് സംസ്കാരം പഠിക്കാൻ പറ്റൂ, അപ്പോഴേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റൂ. സഞ്ചരിക്കണം. ഒഴുകുന്ന വെള്ളമാണ് ശുദ്ധമായത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ദുർഗന്ധം ഉണ്ടാവും. ഒരു നാട്ടിൽ തന്നെ ഇങ്ങനെ നിൽക്കുക. രാവിലക്കര തന്നെ ഇതുവരെ അങ്ങോട്ട് ചവറയിലും പോയിട്ടില്ല, കരുനാഗപ്പള്ളിയിലും പോയിട്ടില്ല, കൊല്ലത്തും പോയിട്ടില്ല. ഒരാള് ഇവിടെ തന്നെ കെട്ടിക്കിടക്കുകയാണ്. അയാൾക്ക് എന്ത് സംസ്കാരം? അയാൾ നാട്ടിൻ പുറത്തിറങ്ങിയിട്ടുണ്ടോ? അയാൾക്ക് വല്ലതും അറിയോ? ഒന്നും അറിയില്ല. ഇവിടെ ഉള്ള ആളുകൾ ഇട്ടാവട്ടത്തിൽ കിടന്നുകൊണ്ട് ബഹളങ്ങൾ കാണിക്കുന്നല്ലാതെ അവര് പുറം നാട്ടിലേക്ക് പോകണം. അപ്പോഴാണ് നമുക്ക് സംസ്കാരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക. അതുകൊണ്ടാണ് പറഞ്ഞത്, കെട്ടിക്കിടക്കുന്ന വെള്ളം മാറും, ഒഴുകുന്ന വെള്ളം ശുദ്ധമാണ്. നമ്മൾ സഞ്ചരിക്കണം, മനസ്സിന് ഉല്ലാസം കൊടുക്കണം. നമുക്ക് അവിടേക്ക് എത്തിച്ചേരാനുള്ള ഭാഗ്യം തരട്ടെ. അപ്പോഴേ നമുക്ക് കൂടുതൽ ഗുണപാഠം ഉൾക്കൊള്ളാൻ കഴിയും. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. മൂന്നാമതായി അള്ളാഹു പരിചയപ്പെടുത്തുന്നു ആരെയാ? പഠിച്ചത് പ്രവർത്തിക്കാത്ത മനുഷ്യനെ പറ്റി അള്ളാഹു പരിചയപ്പെടുത്തുന്നതെന്താ? മസലുൽ ലദീന ഹുമ്മിലു തൗറാത സുമ്മ ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ജുമുഅയിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. മസലുൽ ലദീന ഹുമ്മിലു തൗറാത തൗറാത്ത് ലഭിച്ചിട്ടും അതനുസരിച്ച് അതിന്റെ ഉള്ളകളറിയാണ്, അതിന്റെ അകത്തളമൊന്ന് വായിച്ചു നോക്കാതെ ഉള്ളറകളറിയാറ്, അതിനകത്ത് കിടക്കുന്ന കർമ്മത്തിന്റെ സൂചനകൾ മനസ്സിലാക്കാറ്, സന്ദേശങ്ങൾ ഉൾക്കൊള്ളാറ് തരം താണ രീതിയിൽ ജീവിക്കുന്ന മനുഷ്യനെ പറ്റി അല്ലാഹു പറഞ്ഞിരുന്നറിയോ?
എന്നറിയോ? കമസലിൽ ഹിമാർ, അവന് കഴുതയെ പോലെയാണ്, കഴുതയെ പോലെയാ. യഹ്മിലു അസ്ഫാറാ, ഏടുകൾ ചുമന്നു പോകുന്ന കഴുതകളെ പോലെയാണ്. ഖുർആൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ, സൗദിയിൽ നിന്ന് വരുന്ന ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്. ആ കയ്യിലിരിക്കുന്ന ഖുർആൻ മൊബൈലിൽ എത്രയോ എത്രയോ മോഡലുള്ള ഖുർആനാണ്. വീട്ടിനകത്ത് ഖുർആനാണ്, വാഹനത്തിൽ ഖുർആനാണ്. നമ്മുടെ വീടിന്റെ അകത്തളത്തിലെ മനോഹാരിതയ്ക്ക് വേണ്ടി ഖുർആൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ റൂമുകളിൽ ഖുർആനുണ്ട്, നമ്മുടെ വീടുകളിലെ കാസറ്റ് ഉണ്ട്, എല്ലാം നമ്മുടെ വീട്ടിനകത്തുണ്ട്. പക്ഷേ അതിനകത്ത് എഴുതപ്പെട്ടതോ പറയപ്പെട്ടതോ അതിനകത്ത് സൂചിപ്പിക്കപ്പെട്ടതോ ജീവിതത്തിൽ അവനെ പ്രാവർത്തികമാക്കുന്നില്ല. ഒരു ഉദാഹരണം പറയട്ടെ പെങ്ങള്, അല്ലാഹുവിന്റെ ഖുർആൻ നിങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ ആ ഖുർആനിലൂടെ തലമറച്ച് നടക്കണമെന്ന് ഖുർആൻ പറയുമ്പോ, മാന്യമായ വസ്ത്രം ധരിച്ചു നടക്കണമെന്ന് ഖുർആൻ പറയുമ്പോ, എന്തേ പ്രിയപ്പെട്ട പെങ്ങളെ നമ്മൾ മറന്നു പോകുന്നു? ആ ഖുർആനിനകത്ത് ഖുർആൻ ഓതുമ്പോഴും വായിക്കുമ്പോഴും ചിന്തിക്കുമ്പോൾ അതിന്റെ അകത്തളപ്പിലുള്ള ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ കഴിയാത്ത അവസ്ഥയിൽ മോശപ്പെട്ട ജീവിതം ഞാനും നിങ്ങളും നയിച്ചു കൊണ്ടിരിക്കുമ്പോ നമ്മളെ പറ്റി പറയുന്നത് എന്താണ്? ഏട് ചുമക്കുന്ന കഴുത എന്നാണ്. കാരണം ഖുർആൻ ചുമന്നുകൊണ്ടിരിക്കുന്ന കഴുത തന്നെയാണ്, സംശയമില്ല. ഒരു കഴുതയെ വിളിച്ചിട്ട് ആ കഴുതയുടെ പുറത്ത് സിഹാഹുസിട്ട് അടുക്കി വെച്ച് നോക്ക്. ബുഖാരിയും മുസ്ലിമും അബൂദാവൂദും ഇബ്നു മാജയും നസായിയും തുർമുദിയും ഒക്കെ എടുത്ത് ആ കഴുതയുടെ പുറത്ത് വെച്ച് കൊടുത്താൽ, സഹോദരങ്ങളെ, കഴുതയ്ക്കെന്ത് ബുഖാരി, കഴുതയ്ക്കെന്ത് മുസ്ലിം, കഴുതയ്ക്കെന്ത് ഖുർആൻ, കഴുതയ്ക്കെന്ത് ആദാബ്, കഴുതയ്ക്കെന്ത് അഖ്ലാഖ്, കഴുതയ്ക്കെന്ത് സീറ, കഴുതയ്ക്കെന്താ ഫിഖ്ഹ്, ഇതൊന്നും കഴുതക്കറിയില്ലല്ലോ. ആ കഴുതയുടെ പുറത്തിരിക്കുന്നതോ സിഹാഹുസിത്തയാണ്. അതിനകത്ത് ഫിഖ്ഹ് ഉണ്ട്, അതിനകത്ത് അഖ്ലാഖ് ഉണ്ട്, അതിനകത്ത് ആദാബ് ഉണ്ട്, അതിനകത്ത് ഖുർആൻ ഉണ്ട്. പക്ഷേ ആ കഴുതയ്ക്ക് ഒന്നും അറിയില്ല. അതുപോലെ ഖുർആൻ കയ്യിലേത് നടക്കുന്നവര്, പഠിക്കാത്തവരെ, പഠിച്ചിട്ടും പഠിക്കാത്തതുപോലെ നടക്കുന്നവര്, അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളെ വിളിച്ചത് ഏത് പേര് കൊണ്ടാണ്? കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ. അല്ലാഹു പറഞ്ഞു കഴുതയെ പോലെയാണ്, കഴുതയെ പോലെയാ. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ, നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നമ്മളെ ഈ ലോകത്തിന്റെ അവസ്ഥ എന്തെന്നറിയോ? ഇന്ന് പള്ളികളിൽ ധാരാളം ആളുകൾ നിസ്കരിക്കാനുണ്ട്, എല്ലാവർക്കും ബോധമുണ്ട്, എല്ലാവരും പ്രസംഗിക്കൂ. പള്ളിയിലെ ഇമാമിനേക്കാൾ മനോഹരമായ നാട്ടിലെ ആളുകൾ പ്രസംഗിക്കുന്ന കാലമാണ്. പക്ഷെ ഒന്നറിയണേ സഹോദരാ, മഹാനായ അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു ദിവസം ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. എന്താ റസൂൽ പറഞ്ഞതെന്നറിയോ? ഒരു കാലം വരാനുണ്ട് മക്കളെ, ഒരു കാലം നിങ്ങൾക്ക് വരാനുണ്ട്. ആ കാലഘട്ടം നിങ്ങൾക്ക് വന്നാൽ അതിന്റെ പ്രത്യേകത എന്തെന്നറിയോ? നിങ്ങളുടെ നിസ്കാരമല്ല. സഹാബത്തിനോട് റസൂലുള്ള പറയാൻ, ഇനി ഒരു കാലം വരാനുണ്ട്, നിങ്ങളുടെ നിസ്കാരമൊന്നുമല്ല. ശരിയല്ലേ? ചിലരൊക്കെ സുജൂദി പോയാൽ പടച്ചോനെ അടുത്ത വഖത്തിന്റെ ബാങ്ക് കേട്ടാലേ തല ഉയർത്തു, അത്ര നേരം സുജൂദിലാണ് അല്ലേ? റസൂലുള്ള പറയുന്നു, സഹാബത്തെ, ഇനി ഒരു കാലം വരാനുണ്ട്, നിങ്ങളെ നിസ്കാരം ഒന്നുമല്ല, നിങ്ങളുടെ ദാനധർമ്മങ്ങൾ ഒന്നുമല്ല, നിങ്ങളുടെ ഇബാദത്തുകളൊന്നുമല്ല. അങ്ങനത്തെ ഒരു കാലം ഇനി വരാനുണ്ട്. ഒന്നാലോചിച്ച് നോക്ക്, ആ കാലമല്ലേ ഇതെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. പള്ളികൾ എത്രയാണ്? ഞാനൊരു കാര്യം തുറന്നു പറയാം. എനിക്ക് വഴല് ഇല്ലാതെ പോയെന്ന് വെച്ചിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഈ അടുത്ത സമയത്ത് ഒരാൾ വിളിച്ച് ഭീഷണിപ്പെടുത്തി, നിങ്ങളെ വഴലൊക്കെ ക്യാൻസൽ ചെയ്താൽ. ഞാൻ പറയും, നിന്റെ വഴിക്ക് പോടാന്ന് പറഞ്ഞു. കാരണം വഴല് അള്ളാഹുവിന്റെ ദീൻ പ്രബോധനം ചെയ്യാൻ പടച്ചവൻ അവസാനത്തെ പ്രസംഗം തേവലക്കര ഈ പറയുന്ന മർഹബായ് യുവജനവേദിയാണ് എന്റെ ജീവിതത്തിലെ അവസാനത്തെ പ്രബോധനത്തിന്റെ വേദി എന്ന് പടച്ചതമ്പുരാൻ എനിക്ക് എഴുതപ്പെട്ടു പോയാൽ 1000 വട്ടം അൽഹംദുലില്ലാ സ്വീകരിക്കും, ഒരു പ്രശ്നവുമില്ല. അതല്ല എന്റെ തുടക്കം, അല്ലെങ്കിൽ എന്റെ പ്രബോധനത്തിന്റെ ഒരു മാർഗം ഇതാണ്, എന്റെ പ്രഭാഷണത്തിന്റെ ഒരു ഒടുക്കമല്ല ഇതെന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എത്ര മൂത്താപ്പമാര് കളിച്ചാലും ഞാൻ ഇനിയും പ്രസംഗിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് വേറൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം, ആ ഒരു കാര്യം നമ്മൾ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു പറയുമ്പോൾ
ആ തുറന്നു പറയുന്ന വിഷയം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നവനും പറയിപ്പിച്ചവനും കേട്ടവനും. മൂന്നാമതാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത്. ആദ്യം എന്നോടാണ്, രണ്ടാമത് എന്നെ വിളിച്ച സംഘാടകരോടാണ്, മൂന്നാമത് നിങ്ങളോടാണ്. ഞാൻ പറയുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സദസ്സ് കൊണ്ട് നമുക്കൊരു മാറ്റം ഉണ്ടാക്കണം.